വയനാട് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി നൽകി SFI. പരാതി നൽകിയത് സിദ്ധാർത്ഥിന്റെ മരണശേഷം കേസ് വഴിതിരിച്ചു വിടാനാണ് നീക്കമെന്നും സൂചനകളുണ്ട്. പരാതി നൽകിയത് ഫെബ്രുവരി 18-നാണ്, എന്നാൽ സ്വീകരിച്ചത് 19-ന്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, ഇത് എന്തുതന്നെയായാലും ഇത്തരത്തിൽ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം തന്നെയായി വേണ്ടേ കരുതാൻ? കേസന്വേഷണത്തെ അട്ടിമറിക്കുക എന്നതിനപ്പുറത്തേക്ക് സിദ്ധാർത്ഥ ഒരു മോശം സ്വഭാവക്കാരനാണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ വരുത്തി തീർക്കുക എന്നൊരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ ആദ്യം തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച ഈ വെറ്ററിനറി സർവകലാശാലയുടെ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ പരാതിയും ഈ പരാതി ഡേറ്റിൽ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളും. ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ വെറ്ററിനറി സർവകലാശാല പറഞ്ഞത് 22-ാം തീയതിയാണ് തങ്ങൾ ഈ വിഷയം അറിയുന്നത് പോലും എന്നൊരു പരാതി ലഭിക്കുന്ന സമയത്താണെന്ന്. അപ്പോൾ അതിനു മുൻപ് തന്നെ, അതായത് സിദ്ധാർത്ഥ് മരിച്ച ദിവസം തന്നെ ഒരു പരാതി സിദ്ധാർത്ഥിനെതിരെ, അതായത് SFIയുടെ ഒക്കെ ചില ആരോപണങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ദിവസം തന്നെ, സിദ്ധാർത്ഥ് മരിച്ച ദിവസം തന്നെ ഇത്തരം ഒരു പരാതി വന്നിരിക്കുന്നു. അത് 19-ാം തീയതി അവിടെ ഫയൽ സ്വീകരിച്ചിരിക്കുന്നു. അതോടെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് 20-ാം തീയതി കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന രേഖയിൽ, ഈ പരാതി ലഭിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട പല അധ്യാപകരുടെ അടക്കം സിഗ്നേച്ചറും ഈ പരാതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് കൃത്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച സിദ്ധാർത്ഥിനെതിരെ ഇത്തരം ഒരു പരാതി നിലനിന്നിരുന്നു, അയാൾ ഇത്തരം ഒരു മോശം പ്രവൃത്തി ചെയ്തു എന്നൊരു വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. അതായത് ഈ പാർട്ടി വിചാരണ നടത്തി സിദ്ധാർത്ഥിനെ ഈ ഒരു മരണത്തിൽ, അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെ ഒരു മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട്, ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട്, അതിനപ്പുറത്തേക്കും അയാളുടെ ഇമേജിനെ തന്നെ, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം, അയാൾക്കൊരു മോശം സ്വഭാവമുള്ള ആളാണ് എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൃത്യമായി നടന്നിരിക്കുന്നു. അതിന് തെളിവായിരിക്കുകയാണ് ഈ പരാതിയും അതിൽ അവർ സ്വീകരിച്ച നടപടി എന്നുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ വിഷയത്തിൽ കോപ്പി ടു ദ കംപ്ലൈന്റ് പ്രൊവൈഡ് ടു ദ റെസ്പോണ്ടന്റ്, അതായത് ആരോപണ വിധേയനായ സിദ്ധാർത്ഥിന് ഈ വിഷയത്തിൽ ഒരു നോട്ടീസ് നൽകാൻ കഴിയില്ല, കാരണം അയാൾ മരിച്ചുപോയി എന്ന രീതിയിൽ ആ നോട്ടീസിൽ, അതായത് ഈ പറഞ്ഞ എൻക്വയറി റിപ്പോർട്ടിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരാമർശങ്ങളും ഈ പറഞ്ഞ വെറ്ററിനറി കോളേജിന്റെ അധികൃതർ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പരാതിയിൽ സ്വീകരിച്ച നടപടി അത് എന്തുകൊണ്ട് മറച്ചു പിടിച്ചു എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. വിഷ്ണു, എനിക്ക് എക്കോ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്, ഒരു സാങ്കേതിക പ്രശ്നം നേരിടുന്നുണ്ട്. എന്തായാലും ആ രീതിയിലുള്ളൊരു വലിയ കവറപ്പ്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഗുരുതരമായ വീഴ്ച യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചവർ ഈ വിഷയം മന്ത്രി അടക്കമുള്ള ന്യായീകരിച്ചത് കുടുംബക്കാരെ അറിയിക്കുന്നതിൽ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. അത് ഇയാളുടെ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ അറിയിക്കുന്നതിൽ മാത്രമാണ് ഒരു ചെറിയ വീഴ്ച ഉണ്ടായതെന്നാണ്. അപ്പോൾ അത്തരം വാദങ്ങളെ എല്ലാം തള്ളിക്കളയുന്നതാണ് ഈ നമ്മളിപ്പോൾ ജനം TV പുറത്തുവിടുന്ന ഈ ഇൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരു വിഷയം നടക്കുകയും ആ വിഷയത്തിൽ യാതൊരു ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ വാദം, അല്ലെങ്കിൽ വെറ്ററിനറി സർവകലാശാലയുടെ കോളേജിന്റെ വാദം, അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. സിദ്ധാർത്ഥിനെതിരെ ഇങ്ങനൊരു പരാതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നിരുന്നു എന്നുള്ളതിൽ സർവകലാശാലയ്ക്ക് അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് തന്നെ നമ്മൾ കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. കാരണം 18-ാം തീയതി സിദ്ധാർത്ഥ് മരിച്ച ദിവസമാണ് ഈ കംപ്ലൈന്റ് നൽകിയിരിക്കുന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ 19-ാം തീയതി അതോറിറ്റിക്ക് കൈമാറിയിരിക്കും, 20-ാം തീയതി ഇതിൽ റിപ്പോർട്ട്, അതായത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് ഇത് ഈ ഡീറ്റെയിൽസ് നൽകിയിരിക്കുന്നു. ഈ ഒരു കേസിൽ കൃത്യമായ ഒരു അട്ടിമറി ശ്രമം നടക്കുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തം തന്നെയാണ്. ഒരുപക്ഷെ ഈ നിലവിലെ സാഹചര്യത്തിൽ പോലും CPM-ലെ ഉന്നത നേതാക്കളുടെ ഒരു പങ്ക് കൂടി എടുത്തു പറയേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ ഉള്ളത്. ഒരുപക്ഷെ ഈ ഒരു കേസിനെ ഇങ്ങനെയെല്ലാം വഴിതിരിച്ച് വിടാൻ, അല്ലെങ്കിൽ കൃത്യമായൊരു അട്ടിമറി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ? ഈ വിഷയത്തിൽ നേരത്തെ തന്നെ BJP കൃത്യമായ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇടത് നേതാക്കളടക്കം ഈ വിഷയമുണ്ടായതിനു ശേഷം, സിദ്ധാർത്ഥിന്റെ മരണശേഷം ക്യാമ്പസിലെത്തുകയും ക്യാമ്പസിൽ തമ്പടിച്ച വിദ്യാർത്ഥികളെ അടക്കം ഭീഷണിപ്പെടുത്തിയ രീതിയിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷ സംഘടനകളും BJP-യും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പരാതിയെ പോലും ആ ഒരു രീതിയിൽ തന്നെ വേണം കാണാൻ. പ്രത്യേകിച്ച് എന്തായാലും ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ആരോപണത്തിന്റെ പേരിലാണ് ഈ സിദ്ധാർത്ഥ പാർട്ടി കോടതിയിൽ, ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളുടെ SFI നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തിയ പാർട്ടി കോടതിയിൽ വെച്ച്
വിളിച്ച് വിചാരണ ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിൽ പരസ്യമായി നഗ്നനാക്കി മർദ്ദിക്കുന്ന രീതിയിലേക്കൊക്കെ അടക്കം കാര്യങ്ങൾ പോയത്. അപ്പോൾ ഈ വിഷയം ഉണ്ടായത് എന്തായാലും 16-ാം തീയതിക്ക് മുൻപാണ് ഇത്തരത്തിലൊരു ആരോപണം. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും തന്നെ. അപ്പോൾ അതിനുശേഷം സിദ്ധാർത്ഥ് മരിച്ച ഒരു വാർത്തയാകുന്നു. സിദ്ധാർത്ഥിന്റെ മരണം ഉറപ്പായതിനു ശേഷം ഇത്തരമൊരു പരാതി നൽകുന്നതിലൂടെ ഇത്തരമൊരു കംപ്ലൈന്റ് സിദ്ധാർത്ഥിന് നേർക്ക് ഉണ്ട് എന്നുള്ളത് പ്രജിത്ത തുടരുക. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ കുടുംബാംഗം കൂടിയായ ഷിബു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, ഒരുപക്ഷെ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ താങ്കളുടെ അല്ലെങ്കിൽ സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിൽ CPM ഇത്തരത്തിൽ സിദ്ധാർത്ഥ് SFI കാരനാണെന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാക്കി എന്നുള്ളൊരു കാര്യം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിലവിൽ നടക്കുന്ന ഒരു പോലീസ് അന്വേഷണം പോലും ഒരു നിലവിലെ നോക്കുകുത്തിയാക്കുന്ന തരത്തിലൊരു അങ്ങനെ വേണ്ടേ നോക്കിക്കാണും? ഇല്ല സർ, ഒരിക്കലും ഇല്ല. സിദ്ധാർത്ഥന് അങ്ങനെ ഒരു പാർട്ടി ചിന്തയിലുള്ള പാർട്ടി പ്രവർത്തകനോ ഒന്നുമല്ല. സിദ്ധാർത്ഥന് കോളേജിലും ഒരു യൂണിയൻ ഇല്ല, വീട്ടിലും ഇല്ല. സിദ്ധാർത്ഥന്റെ കുടുംബക്കാർക്ക് ആർക്കും തന്നെ ഒരു പാർട്ടിയിലും ചായവില്ല. അവര് ഏത് നല്ല കാര്യം ചെയ്യുന്നതാണ് അവരുടെ പാർട്ടി. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നല്ലത് ചെയ്യുന്നത് അതാണ് നമ്മുടെ പാർട്ടി. ഈ മാസം ഒരു പാർട്ടിയാണെങ്കിൽ അടുത്ത മാസം വേറെ. അല്ലാതെ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു പാർട്ടിയിലും ഒരു മെമ്പറോ ആരും മെമ്പർഷിപ്പുള്ള ആരുമില്ല ഒരു പാർട്ടിയിലും. അവനും അതുപോലെ തന്നെ, അവനൊരു പാർട്ടി ചിന്തയും ഇല്ല. അവന്റെ പേരിൽ ഈ ഫ്ലെക്സ് എങ്ങനെ വന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഈ റോഡിൽ പോകുമ്പോൾ സൈഡിൽ നോക്കേണ്ട ഒരു അവസ്ഥയും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇന്നാണ് ഈ മീഡിയയിൽ ഇത്രയും വന്നപ്പോഴാണ് അങ്ങനെ ഒരു സാധനം അവിടെ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. അത്രയേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ SFI ഒരു പരാതി സിദ്ധാർത്ഥിനെതിരെ നൽകിയിരിക്കുന്നു. അതും മരണശേഷമാണ് ആ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ ഒരു വിഷയത്തെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന് വേണ്ടേ പറയാം? തീർച്ചയായിട്ടും ഇത് ഇതുവരെ ഇല്ലാത്തൊരു ഒരു കംപ്ലൈന്റ് ഇപ്പം എവിടുന്ന് വന്നു എന്ന് നമ്മൾ നോക്കണം. അതും അവൻ മരണപ്പെട്ടതിന് ശേഷം. അതില് കോളേജിലെ തന്നെ അവന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു, അങ്കിളെ ഈ മരണം എങ്ങനെയാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഒരു പെൺ വിഷയത്തിലാണ് അവൻ SFIക്കാർ ഇതിനെ കൊണ്ടുവരും. കാരണം അവർ കോളേജിലെ എല്ലാ പ്രവർത്തികളും അങ്ങനെയാണ്. അവർക്ക് കൈവിട്ടു പോകുമ്പോൾ അവര് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവരുടനെ അതിനെ പെണ്ണുങ്ങളുടെ വിഷയമായിട്ട് കൊണ്ടുവരും. അത് ഈ പറയുന്ന സിദ്ധാർത്ഥൻ ഒരു കാരണവശാൽ ഇത് ചെയ്യില്ല. അവന്റെ സീനിയേഴ്സും എല്ലാവരും കൂടെ റാഗ് ചെയ്ത് കൊന്നതാണ്. അതുകൊണ്ട് ഈ നിങ്ങൾ പെൺകുട്ടികളുടെ വിഷയം പറയുമ്പോൾ നിങ്ങൾ മാനസികമായി തളർന്ന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കരുതേ. അത് വ്യാജമാണ്. അത്തരത്തിലൊരു പെൺകുട്ടിയുമായിട്ട് സിദ്ധാർത്ഥന് ഒരു പ്രശ്നവുമില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഡാൻസ് കളി ഉണ്ടായി. ആ ഡാൻസിൽ ആരെങ്കിലും കുട്ടിയുടെ കയ്യിൽ പിടിച്ചത് വലിയ തെറ്റാണെന്ന് ആർക്കും തോന്നുന്നില്ല. ആ കുട്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിഷയം ഇതിനകത്ത് വരുന്നില്ല. വേറൊരു കുട്ടി വിളിച്ച് പറഞ്ഞു സിദ്ധാർത്ഥനെതിരെ മൊഴി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി ഒരു മൊഴിയെന്ന്. അല്ല, അവരുന്നയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആ കുട്ടിയെ കുറിച്ച് അന്വേഷിക്കണം. ആ കുട്ടി എവിടെയൊക്കെ പോകുന്നെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണമെന്നാണ് വേറൊരു കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു വ്യാജമായ പരാതി എവിടെ നിലനിൽക്കും? ആ കുട്ടിയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. നന്ദി ശ്രീ ഷിബു പ്രതികരിച്ചതിന്. ഇത് തന്നെയായാലും വയനാട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൂടി നൽകിയിരിക്കുകയാണ് SFI. പരാതി നൽകിയത് സിദ്ധാർത്ഥിൻ്റെ മരണശേഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസ് വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ് ഇതെന്നുമാണ് ഉയരുന്ന ആക്ഷേപം. പരാതി നൽകിയത് ഫെബ്രുവരി 18-ന്, സ്വീകരിച്ചത് 19-നുമാണ്. പ്രജിത് മോഹനനാണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.